ട്രംപിൻ്റെ മുദ്രാവാക്യമാണ് അമേരിക്ക സ്ട്രോങ്. അമേരിക്ക വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരണം. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടി, അമേരിക്കൻ ജനതയുടെ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബലായിട്ട് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞ ടാരിഫ് എന്ന് പറഞ്ഞാൽ മെക്സിക്കോയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയും 25% ടാരിഫ് ഏർപ്പെടുത്തും. കാരണം കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ ട്രംപ് എലക്ട് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ പോയി കാണാൻ. കാരണം 25% കനേഡിയൻ ഗുഡ്സ്, അതായത് കാനഡയുടെ എക്സ്പോർട്ടിൻ്റെ 80% അമേരിക്കയിലാണ് പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാനഡയുടെ എക്കോണമി ഡീറെയിൽ ചെയ്തു പോകും. അതേപോലെ തന്നെ 25% മെക്സിക്കോയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവരും വല്ലാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തു പോകും. കാരണം ഏറ്റവും വലിയ അവരുടെ മാർക്കറ്റ് അമേരിക്ക. പക്ഷെ അവിടെയാണ് നമ്മൾ മോദി ഗവൺമെൻറ് വളരെ ഈ ട്രംപ് അധികാരത്തിൽ വരുമ്പോഴേ സംഭവങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. കാരണം ഈ 25% 20% ഒക്കെ ഇന്ത്യൻ ഗുഡ്സിന്, അതായത് ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ US ആണ്. അപ്പോൾ പലതും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ പത്രം അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് പ്രപ്പോസൽ കൊടുത്തു ട്രംപിന്. അതായത് 25% 20% ഒന്നും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക്, അതായത് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഏർപ്പെടുത്തരുത്. അതായത് ട്രേഡിൻ്റെ ഇംബാലൻസ് ഉണ്ട് ഇന്ത്യ അമേരിക്ക തമ്മിൽ. അതായത് $34 ബില്യൺ, ഹ്യൂജ് എമൗണ്ട്. അതായത് അത് ഇംബാലൻസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ അമേരിക്കൻ ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം, അതായത് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം, അത് ആ ബാലൻസ് ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കൻ ഗുഡ്സ് ഇന്ത്യയിലോട്ട് വരുന്നത്? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം നിങ്ങൾക്കറിയാം, അമേരിക്കൻ വിസ്കി എന്ന് പറയുന്നത് ഗ്ലോബലി ഫേമസ് സംഭവമാണ്. ഇന്ത്യ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിസ്കി ഉപയോഗിക്കുന്ന രാജ്യം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ വിസ്കിക്ക് നിലനിൽക്കുന്നത് 176% ടാക്സ് എന്ന് പറയുന്നത്, ഇമ്പോർട്ട് ടാക്സ്. അതായത് നമ്മളിപ്പോൾ അവിടെ കിട്ടുന്നിട്ട് അതിന് 176 എന്ന് പറയുമ്പോൾ ഹ്യൂജ് എമൗണ്ടായി അങ്ങ് മാറും. അത് കട്ട് ഡൗൺ ചെയ്ത ടാരിഫ് ഏകദേശം 50 മുതൽ 40 വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ബ്ലൂംബർഗ് റിപ്പോർട്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത്. അതേപോലെ അമേരിക്കൻ വെഹിക്കിൾസ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ്, എനിക്ക് തോന്നുന്നില്ല തൽക്കാലം എലോൺ മസ്ക് ഇന്ത്യയിൽ വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അമേരിക്കൻ വെഹിക്കിൾസിനും ഈ പറയുന്ന 100% ടാരിഫ് എന്ന് പറയുന്നത് അത് 50, 15, 20 ആക്കി കുറയ്ക്കാനുള്ള സാധ്യത. കാരണം ഇന്ത്യൻ വെഹിക്കിൾ ഇൻഡസ്ട്രിയും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും ബാധിക്കാത്ത രീതിയിൽ. കാരണം ഈ ടാരിഫ് ഇംബാലൻസ് ചെയ്തേ മതി, ഈ ബിസിനസ് ട്രേഡ് ഇംബാലൻസ് ചെയ്തേ മതി. 34 ബില്യൺ ആണ് ഇന്ത്യക്ക് അധികം കിട്ടുന്നത്. അത് ഇംബാലൻസ് ചെയ്യാനാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. അതേപോലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന പല സാധനങ്ങളും ഡിഫൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് അമേരിക്കയിലോട്ട് മാറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് ഹ്യൂജ് എമൗണ്ടാണ് അതിനകത്ത് ചിലവാകുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റായ ഈ ഫാമിംഗ് പ്രോഡക്റ്റ്, പോർക്ക്, പിന്നെ അഗ്രികൾച്ചർ മെഷീനറീസ്, പിന്നെ അഗ്രികൾച്ചർ വെഹിക്കിൾസ്, അതായത് ഈ മറ്റുള്ള പെട്ടെന്ന് എങ്ങനെ കൃഷി ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടി. പിന്നെ കോസ്മെറ്റിക്സ്, കാരണം അതിന് ഭയങ്കര ഏകദേശം 175% ഇന്ത്യ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റി ഇംബാലൻസ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുമ്പോൾ, കാരണം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയെയും ബാധിക്കാത്ത രീതിയിൽ, കാരണം ഇവിടെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്, അതിനെയും ബാധിക്കരുത്. പിന്നെ LNG, അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ LNG നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ്. അതായത് ഖത്തറിന് ഒരു പിടി കൊടുക്കാൻ പോവുകയാണ്. അത് അമേരിക്കയിലോട്ട് കുറച്ചധികം അങ്ങോട്ട് മാറ്റാനുള്ള ധാരണയുമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് പ്രപ്പോസൽ കൊടുത്തിരിക്കുക. അതായത് ട്രംപ് ഇന്ത്യയോട് പറയുന്നതിന് മുമ്പ്, അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്ന 25% ഇന്ത്യക്കെതിരെയൊക്കെ ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ IT ഇൻഡസ്ട്രി, അതേപോലെ ഫാർമ ഇൻഡസ്ട്രി, ഇത് പലതിനും താളമങ്ങ് തെറ്റും. ഈ 25% ടാരിഫ് ഹ്യൂജ് ടാരിഫാണ്. കാരണം അമേരിക്ക ഇപ്പം 10% ടാരിഫേ ഉള്ളൂ. അത് പെട്ടെന്ന് 15% ആകുമ്പോൾ ഇപ്പം ഇന്ത്യയുടെ പല ഇൻഡസ്ട്രി, അതായത് ഹബ്ബ് എന്ന് പറയുന്ന സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ അത് നാച്ചുറലായിട്ട് ഇവിടെ തൊഴിലില്ലായ്മ വരില്ലാതെ, കാരണം പെട്ടെന്ന് ഹ്യൂജൊരു ഭയങ്കര വിടവുണ്ടായി വരും. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് മോദി ഗവൺമെൻറ് ഇങ്ങനൊരു പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. അതായത് ട്രേഡിൻ്റെ ഇംബാലൻസ് ആയ 34 ബില്യൺ അത്
പൂർണ്ണമായിട്ടും ഒരു ബാലൻസിങ് ആക്റ്റിലോട്ട് കൊണ്ടുവരിക. അതേപോലെ അമേരിക്കൻ പല പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ ഈ ടാരിഫ് കുറച്ച് ഇറക്കുമതി ചെയ്യുന്നു. അതായത് ഇപ്പോഴുള്ള ടാരിഫ് 20, അതായത് ഹാർലി ഡേവിഡ്സൺ തന്നെ ഏകദേശം 100% അത് 100% 125-200% എങ്ങാണ്ടാണ്. പിന്നീട് അവർ നിർത്തി അങ്ങ് പോയി. അപ്പോൾ അതൊക്കെ ഇനി തിരിച്ചു വരാൻ പോകുന്നത് അമേരിക്കൻ വെഹിക്കിൾ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് EV ആണെങ്കിലും. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യയിലൊരു മാർക്കറ്റ് അമേരിക്കയ്ക്ക് ഇതേപോലെ ടാരിഫ് തുറന്ന് കൊടുക്കുമ്പോൾ, കാരണം ഇന്ത്യയിലുള്ള എക്സ്പോർട്ടിനെ, അതായത് IT ആണെങ്കിലും മറ്റുള്ള പല എക്സ്പോർട്ട്, ഏകദേശം 1 ട്രില്യൺ അടുത്ത് ഇന്ത്യ എക്സ്പോർട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അതായത് വലിയ വലിയ രീതിയിൽ ഫോറിൻ കറൻസി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ ബാധിക്കാത്ത രീതിയിൽ വളരെ മുൻകൂട്ടി കണ്ട്, അതായത് പെട്ടെന്നെടുത്ത തീരുമാനമല്ല, നേരത്തെ ട്രംപ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നോക്കി, പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അടുത്ത സംഭവം നിങ്ങൾ മനസ്സിലാക്കി, ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നത്, അതേപോലെ അമേരിക്കൻ സ്റ്റീല് വാങ്ങാനുള്ള പരിപാടിയുണ്ട്. ഈ പലതുമൊക്കെ ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ചൈനയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, ഈ ചൈനയെക്കാളും കുറച്ചുകൂടെ റിലയബിളാണ്, കുറച്ച് മെറ്റീരിയലും നല്ലതാണ്, പക്ഷേ വില അല്പം കൂടുതലാണ്. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. പക്ഷേ ട്രേഡിൻ്റെ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനായിട്ട് ഒത്തുപോകാൻ വളരെ ആവശ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പം കോഡുമായി ബന്ധപ്പെട്ട് 4ഓളം രാജ്യങ്ങൾ അവർ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അമേരിക്കൻ ഫോറിൻ സെക്രട്ടറി, ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ, ഓസ്ട്രേലിയൻ ഫോറിൻ മിനിസ്റ്റർ, ജാപ്പനീസ് ഫോറിൻ മിനിസ്റ്റർ തമ്മിൽ ഡിസ്കഷൻ നടന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഈ ട്രേഡും അതേപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയനിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് എന്തുകൊണ്ടാണ് കോഡിന് അമേരിക്ക ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, അത് ചൈനയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക. അതിന് ഈ പറയുന്ന രാജ്യങ്ങൾ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ ഡിഫൻസിൻ്റെ പല സെക്ടർ. അതായത് ഈ രാജ്യങ്ങൾ ഡിഫൻസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പണം ന്യൂട്രലായിട്ട് അമേരിക്കയിൽ പോകാനുള്ള സാധ്യതയാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് പക്ക കച്ചവടമാണിത്. ഈ കച്ചവടം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഈ ജപ്പാനും ഓസ്ട്രേലിയയ്ക്കും അവർക്ക് ഇത്രമാത്രം മാൻ പവർ ഇല്ല ഈ ഡിഫൻസുമായിട്ട്. ഇപ്പം ഇന്ത്യക്ക് മാൻ പവർ ഉണ്ട്, ഇന്ത്യൻ്റെ നേവി ശക്തമാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന ടെക്നോളജി അനുസരിച്ചുള്ള വെസൽസോ ഈ പറയുന്ന എയർക്രാഫ്റ്റോ ഒന്നുമില്ല. അപ്പം ഈ 2 രാജ്യങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അവരത് അമേരിക്കയിലോട്ട് പോകും. ഇതൊക്കെയാണ് ഈ ട്രേഡിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതായത് ജിയോ പൊളിറ്റിക്കൽ ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണം. അപ്പോൾ അമേരിക്ക എത്ര ഷൂഡായിട്ടാണ് കാര്യങ്ങൾ. ഈ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംരക്ഷിക്കുന്നു, ഇന്ത്യ ഉപയോഗിക്കുന്നു, ഈ പറയുന്ന ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയിലോട്ട് ഫണ്ട് ചെയ്യുന്നു, പണം ഒഴുക്കുന്നു, പക്ഷെ സാധനം വാങ്ങുന്നത് അമേരിക്കയാണ്. അപ്പം ഇതൊക്കെയാണ് ഒരു തമാശ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ അതോടുകൂടി സ്ട്രെങ്തൻഡ് ആകുന്നു. ഈ പറയുന്ന 2 രാജ്യങ്ങളും മറ്റൊരു ട്രേഡിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നും ഈ ചൈനയിൽ നിന്നും അവരുടെ എല്ലാ ഈ ഹബ്ബുകൾ, അതായത് ഉണ്ടാക്കുന്ന തേർഡ് പാർട്ടി റിസോഴ്സസ്, അത് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതൊരു വലിയ പോസിറ്റീവാണ്. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവൺ ടേക്ക് രീതിയിലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളതിൽ ഡെപ്തായിട്ട് അത് വായിച്ചു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇതിൽ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാകരുത്, ആരെയും ശല്യം ചെയ്യരുത്, പക്ഷെ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാം, ഇല്ല അവനെ ഇട്ടടിക്കുക, ആർക്ക് ചൈനയ്ക്ക് ഇട്ടടിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ രസമെന്ന് പറയുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആർക്ക്? അമേരിക്കയ്ക്ക്. ഇതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം. അതായത് നമ്മൾ ഈ കാണുന്നതല്ല ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതായത് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഇവരുടെയൊക്കെ ധാരണ ഇവരൊക്കെ വെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുക എന്ത് രസകരമായിട്ട് നമ്മളിത് പോകുന്നതെന്ന്. പക്ഷേ അതിനകത്ത് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യക്കൊരു നഷ്ടമൊന്നുമില്ല. ഇന്ത്യക്കത് വളരെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഇത്രമാത്രം വീണ്ടും ഈ പറയുന്ന 2 രാജ്യങ്ങളുടെ അവരുടെ മാനുഫാക്ചറിങ്ങിൻ്റെ മുഴുവൻ ഹബ്ബായിട്ട് ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് മാറ്റുക. ഇത് അടി കിട്ടുന്നത് ബേസിക്കലി ചൈനയ്ക്കാണ്, പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അമേരിക്കയ്ക്കാണ്. പിന്നെ ഉറപ്പായിട്ടും ഇന്ത്യയിൽ അത് വലിയ തൊഴിലവസരം, ഇന്ത്യൻ എക്കോണമി അത് വലിയ രീതിയിലുള്ള മാറാനുള്ള സാധ്യതയും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും.